നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിവിങ് ദ ഗോൾ, ലക്ഷ്യത്തിൽ ജീവിക്കുക, അതിൽ സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ വളരെ വളരെ പ്രധാനമാണ്. ജീവിതാനുഭവങ്ങളാണ് നമ്മൾക്ക് പാഠങ്ങൾ നൽകുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യൽ സാധ്യതയെ മാറ്റുരച്ചുകൊണ്ട് റിവീൽ ചെയ്യാൻ ഈ അനുഭവങ്ങൾ നമ്മളെ സഹായിക്കുന്നു. ഒരു മരം അതിൻ്റെ വിത്തിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് മരമായി മാറുന്നത് എൻവയൺമെൻറ്റായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണ്. അതുപോലെ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുമ്പോൾ തന്നെ ആ ജനറ്റിക് സ്ട്രക്ചർ, വരാൻ പോകുന്ന ആ വ്യക്തിയുടെ സാധ്യതകൾ അത് ആ സെല്ലിലുണ്ട്. പക്ഷെ അത് റിവീൽ ചെയ്യപ്പെടുന്നത് പുറമേ ഉള്ള ഇൻട്രാക്ഷനിലൂടെയാണ്. ഗർഭാവസ്ഥയിൽ തന്നെ ഇൻട്രാക്ഷൻ തുടങ്ങുന്നു എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ബയോളജി ഓഫ് ബിലീഫ് എന്ന ഡോക്ടർ ബ്രൂസ് ലിപ്റ്റൻ്റെ പുസ്തകം വായിച്ചാൽ വളരെ നല്ലതാണ്. പുരാണകാലങ്ങളിൽ അഭിമന്യുവിൻ്റെ കഥ
അതുമാതിരി അഷ്ടവക്രൻ്റെ കഥ, പ്രഹ്ലാദൻ ഗർഭപാത്രത്തിൽ ദൈവിക കഥകൾ കേട്ടതുകൊണ്ടൊരു ഭക്തനായി ജനിച്ച കഥ, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടും പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഗർഭാവസ്ഥയിൽ തന്നെ ഈ ഇൻട്രാക്ഷൻ ആരംഭിക്കുന്നു. എന്താണ് റിവീൽ ചെയ്യേണ്ടത്? എപ്പിജെനറ്റിക്സ് എന്നാണ് ഈ ശാഖയെക്കുറിച്ച് പറയുന്നത്. പുറത്തേക്ക് വരുമ്പോൾ സൊസൈറ്റിയായിട്ട് ഇൻട്രാക്ഷൻ. ജാഗ്രത അവസ്ഥ ആരംഭിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ്, ഗർഭപാത്രം പുറത്തേക്ക് വരുമ്പോഴാണ്. അപ്പോഴാണ് പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങൾ. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ സാധാരണ മനസ്സിലാക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക്. പഞ്ച ഇന്ദ്രിയങ്ങൾ, 5 സെൻസസ്, അത് 5 തരത്തിലുള്ള ഇൻഫോർമേഷൻ നമുക്ക് തരുന്നു. അപ്പോൾ ഈ ഇൻഫോർമേഷൻസിനൊക്കെ നമുക്ക് ആഹാരം എന്ന് പറയാം. നമ്മളിലേക്ക് കടന്നു വരുന്ന ഇൻഫോർമേഷൻ ആഹരിക്കുകയാണ് നമ്മൾ ശരിക്കും. നമ്മൾ ആഹാരം എന്ന് സാധാരണ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ഭക്ഷണം എന്നുള്ള രീതിയിലാണ്, കഴിക്കുന്ന ഭക്ഷണം. കാരണം നമ്മൾ ഫിസിക്കൽ ബോഡിയെക്കുറിച്ചാണ് കൂടുതൽ വറീഡാവുന്നത്, ശരീരത്തിൻ്റെ ആരോഗ്യം. അപ്പോൾ നല്ല പോഷകാംശമുള്ള ഭക്ഷണം കൊടുക്കുക. അതിനോടൊപ്പം ടേസ്റ്റ് രണ്ടാമത്തെ ഒരു കാര്യം ആഡ് ചെയ്യണം. കാരണം ടേസ്റ്റ് ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേവിക്കാൻ തുടങ്ങി. പിന്നെ ടേസ്റ്റിനോടൊപ്പം പാട്ട്. ഇപ്പോൾ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയാലോ ചെറിയൊരു സംഗീതം ഉണ്ടാവും. പാട്ടായിട്ട് ഒരു ബന്ധവുമില്ല ഭക്ഷണത്തിന്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയെ പറ്റി വിസ്മരിക്കാനായിരിക്കും അങ്ങനെ തരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ലൈറ്റ്, അന്തരീക്ഷം, ചുറ്റും ബൾബുകളും, നമ്മൾ കാഴ്ചയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്, ടേബിൾ അറേഞ്ച്മെൻറ്റ്, ഇത് വിഷൻ അതിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഭക്ഷണം എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കുകയാണ്. നമുക്ക് തൊടുമ്പോൾ നല്ല വൃത്തിയുള്ള ഒട്ടുന്ന മേശനെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ 5 ഇന്ദ്രിയങ്ങൾ അവിടെയും ഇൻവോൾവ് ആവണം. പക്ഷേ നമ്മൾ ബോധേഡാവുന്നത് ആവേണ്ടത് ഭക്ഷണത്തിൻ്റെ ന്യൂട്രീഷ്യസ് ക്വാളിറ്റിയെക്കുറിച്ചാണ്. അതേപ്പറ്റി ഇപ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ടേസ്റ്റിനും കാഴ്ചയിലും സ്മെല്ലിലും ഒക്കെ കുടുങ്ങിയിട്ട് ആൾക്കാർ അതിൻ്റെ പുറകെ പോകണം. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിനെ പറ്റി ശ്രദ്ധിക്കുന്നില്ല. ഭക്ഷണത്തിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂനെ പറ്റി ശ്രദ്ധിക്കുന്നില്ല. ഈ ന്യൂട്രീഷണൽ വാല്യൂ മാത്രം മതിയോ? നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും വരുന്ന ഇൻഫോർമേഷൻ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്, അത് സ്വീകരിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിൻ്റെ ഒരു പ്യൂരിറ്റി അവിടെ ഇമ്പോർട്ടൻ്റ് അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ല ഭക്ഷണം ദേഷ്യത്തോടെയാണ് തരുന്നത് വെച്ചാൽ കഴിക്കാൻ പറ്റുമോ? ഒരു സയൻറ്റിസ്റ്റായിട്ട് പാവ്ലോ നായയിലും പൂച്ചയിലും നടത്തിയ പരീക്ഷണം വളരെ പ്രസിദ്ധമാണ്. നായയുടെ മുമ്പിൽ ഭക്ഷണം വെച്ചിട്ട് അദ്ദേഹം ഒരു ബെല്ലടിക്കും. ആ ബെല്ലടി ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നായയുടെ വായയിൽ ഉമിനീര് വരാൻ തുടങ്ങും. പിന്നെ ഭക്ഷണം വെക്കണതിൻ്റെ മുമ്പേ തന്നെ, ഭക്ഷണം വെക്കേണ്ട ആവശ്യമില്ല, ഉമിനീര് വരാൻ തുടങ്ങും. അപ്പോൾ റിഫ്ലെക്സ് ആക്ഷൻ, പാവ്ലോസ് റിഫ്ലെക്സ് പറയും. വേറൊരു ടെസ്റ്റ് ചെയ്ത് പൂച്ചയിലാണ്. പൂച്ചയുടെ വയറിൽ ഒരു ട്യൂബ് ഇട്ടിട്ട് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ജ്യൂസ് എടുക്കാൻ ഒരു ട്യൂബ് ഇട്ടു. ഇത് ഭക്ഷണം കൊടുക്കും. അപ്പോൾ സെക്രീഷൻസ് ഉണ്ട്, വയറിലുണ്ടാവുന്ന ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻസ്, നമ്മുടെ ദഹനരസങ്ങൾ. പിന്നെ ഒരു ഫിയേഴ്സായിട്ട്, ഒരു ഡേഞ്ചറസ് ആയിട്ട് നോക്കുന്ന ഒരു നായനെ ഈ പൂച്ചെറുമ്പിൽ കെട്ടിട്ടു. എന്നിട്ട് നോക്കിയപ്പോൾ ഈ ഇൻറ്റസ്റ്റൈനൽ സെക്രീഷൻസ്, രസങ്ങൾ വരുന്നില്ല. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഭയമുള്ള അന്തരീക്ഷത്തിൽ ദഹനം നടക്കില്ല എന്നാണ്. ഇത് മനുഷ്യനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തീന്മേശയുടെ അവിടെ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യുക, ബഹളം വയ്ക്കുക, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരിക, കഴിക്കാൻ പറ്റില്ല, കഴിച്ചാലും ദഹിക്കില്ല. ഇത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മെഡിസിൻ്റെ കാര്യത്തിലും പ്രധാനമാണ്. നല്ല മരുന്നായിരിക്കും, പക്ഷേ സ്നേഹമില്ലാതെ മരുന്ന് കൊടുത്താൽ അത് വിഷമായിട്ട് മാറും. ശരിക്കും ഭക്ഷണവും സ്നേഹമില്ലാതെ കൊടുത്താൽ വിഷമായിട്ട് മാറും. അതുകൊണ്ടാണ് നമുക്ക് അമ്മയുടെ ഭക്ഷണം എത്ര ഇഷ്ടപ്പെടുന്നത്, കാരണം സ്നേഹത്തോടെ നൽകുന്നു. ആ ഭക്ഷണം നമ്മുടെ രുചിക്കും നമ്മുടെ ന്യൂട്രീഷനും ഒക്കെ മതിയെങ്കിലും അത് ശരിക്കുള്ള എഫക്റ്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ ഒരു സംതൃപ്തിയും സന്തോഷവും വേണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്ഷണം
പാചകം ചെയ്യുമ്പോൾ സ്നേഹത്തോടു കൂടി പാചകം ചെയ്യുക. ആ സ്നേഹം ആ ഭക്ഷണത്തിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. സ്നേഹത്തോടു കൂടി നൽകുക, സ്നേഹത്തോടു കൂടി കഴിക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുക. അങ്ങനെയാകുമ്പോൾ ഡൈജഷൻ നന്നാവും, ആരോഗ്യം ഡെവലപ്പ് ചെയ്യും. ടെൻഷനിൽ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ പിടിക്കില്ല. ഇല്ലേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ പിടിക്കുക, ആവശ്യമുള്ളതൊന്നും ശരീരത്തിൽ നിൽക്കില്ല. സ്ട്രെസ്സ് കൊണ്ട് എത്ര രോഗങ്ങളുണ്ടാവുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എത്ര നന്നായിട്ടും കാര്യമില്ല. ഇപ്പോൾ നമ്മൾ അടുത്ത മാക്സിമിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്ന് ചിന്തിക്കൂ. അടുത്ത സെഷനിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.